ഇറാഖിലെ റുമൈല ഓയിൽ ഫീൽഡിൽ നിന്നും സ്ലാൻഡറിൽ വഴി കുവൈറ്റ് എണ്ണ ഊറ്റുന്നെന്നുള്ള ആരോപണത്തിലാണ് ഗൾഫ് യുദ്ധം ആരംഭിച്ചത്. പക്ഷേ അതുമാത്രമായിരുന്നോ കാരണം? At 2 a.m. local time, Iraqi troops crossed the eastern border of Kuwait. Iraq has moved into Kuwait with more than പെർഷ്യൻ ഗൾഫ് വാർ അഥവാ ഗൾഫ് വാർ 1988. 8 വർഷം നീണ്ടുനിന്ന ഇറാൻ യുദ്ധത്തിന് ശേഷം നഷ്ടങ്ങൾ ഇറാഖിന് മാത്രം. അന്ന് വാറിൽ ഏകദേശം $14 ബില്യൺ ധനസഹായം നൽകിയത് കുവൈറ്റായിരുന്നു. കൊടുത്ത കാശ് തിരിച്ചു ചോദിച്ചപ്പോൾ കളി മാറി. അതല്ലേലും അങ്ങനെ കൊടുത്ത കാശ് തിരിച്ചു ചോദിച്ചാൽ പിന്നെ യുദ്ധമാണല്ലോ. അന്ന് ഇറാഖിനെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരി സദ്ദാം ഹുസൈൻ. കുവൈറ്റും ഇറാഖും ഒപെക്കിന്റെ ഭാഗമായിരുന്നു, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. സദ്ദാം കരുതി ഓയിൽ പ്രൈസ് ഹൈ ആക്കി നിർത്തിയാൽ അത് വിറ്റ് കിട്ടുണ്ടാവുന്ന ലാഭത്തിൽ നിന്ന് കടം തീർക്കാമെന്ന്. സദ്ദാം കുവൈറ്റിനോട് ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ കുവൈറ്റ് വിസമ്മതിച്ചു. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഓയിലിന് $1 ഇടിഞ്ഞാൽ തന്നെ നിയർലി $1 ബില്യൺ നഷ്ടം ഇറാഖ് ഫേസ് ചെയ്യേണ്ടി വരുമായിരുന്നു. ഇതിന് സദ്ദാം കണ്ട പോംവഴി 1990 ഓഗസ്റ്റ് 2 കുവൈറ്റിനെ ഇൻവേഡ് ചെയ്യുകയും ഇറാഖിൻ്റെ 19ാം പ്രോവിൻസായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യലാണ്. ഇന്റർനാഷണലി ഇത് വലിയ ചർച്ചയാവുകയും 1991 ജനുവരിയിൽ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന പേരിൽ UN അഥവാ ബുഷിന്റെ US ഇറാഖിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ US ഓയിൽ പണ്ട ഒരു വീക്ക്നെസ് ആണല്ലോ. US സപ്പോർട്ടായി 42 രാജ്യങ്ങൾ, ഇറാഖ് ഒറ്റയ്ക്കും. 1991 ഫെബ്രുവരി 27 ഇറാഖ് കുവൈറ്റിൽ നിന്ന് പിന്മാറി. പോകുന്ന പോക്കിൽ ഇറാഖ് കുവൈറ്റിന്റെ ഏകദേശം 700ഓളം ഓയിൽ വെല്ലുകളാണ് കത്തിച്ച് നശിപ്പിച്ചത്. The oil wells of Kuwait were set ablaze by Saddam's retreating army. ആ തീ അണയാൻ ഏകദേശം 10 മാസം വേണ്ടി വന്നു. And it was the first live telecasted war in television. പിന്നീട് 2003 വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന പേരിൽ സദ്ദാമിനെ US പിടികൂടി. തെളിവുകളൊന്നുമില്ലായിരുന്നു. 3 വർഷത്തിന് ശേഷം 2006 സദ്ദാം ഹുസൈനെ മുമ്പ് നടന്ന ദുജൈൽ കൂട്ടക്കൊലയുടെ പേരിൽ തൂക്കിലേറ്റി. ഒരുപക്ഷെ മേൽപ്പറഞ്ഞതൊന്നും ആയിരിക്കില്ല കാരണം. തൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശത്തെ തിരിച്ചു പിടിക്കുന്നതിലൂടെ ഒരു ഹീറോ പരിവേഷത്തിൽ എത്തുക എന്നായിരിക്കും സദ്ദാം ഉദ്ദേശിച്ചത്. ആൻഡ് ഓൺ ദ ലാസ്റ്റ് നോട്ട്, ഓയിൽ ഫ്യൂൽസ് എഞ്ചിൻ ആൻഡ് ബ്ലഡ് ഫ്യൂൽസ് ഹിസ്റ്ററി.